ഓക്കെ, ഇപ്പോൾ നമ്മളിത് ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ വർക്കാവില്ല. ടെസ്റ്റ് വർക്കാവില്ല. ഇല്ല, ബട്ടൺ പോയതല്ല. ഇതിനകത്തെ കാര്യം എന്ന് വെച്ചാൽ, ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം സുഹൃത്തുക്കളെ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. കാര്യം എല്ലാ കണ്ടന്റുകളും ഒരേപോലുള്ള സംഭവങ്ങളാണ് നമുക്കിപ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാതെ വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതി. എപ്പോഴും ഒരേ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കും അത് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് നമ്മൾ ഇടാതിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് തിരക്കിലായി പോയി. അതാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഈ ഒരേപോലുള്ള കണ്ടന്റ് ഇടണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി എറണാകുളം പാലാരിവട്ടത്ത് രാജ് സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് പോയത്. അദ്ദേഹം വർഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന സ്ഥിരം ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ പോയത്. എന്തായാലും നമുക്ക് അവിടുത്തെ സാഹചര്യം ഒന്ന് വിശദമായിട്ട് തന്നെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ട്രിപ്പിംഗ് ഇഷ്യൂ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ RCCB ഓണും കാര്യങ്ങളൊക്കെയാണ്, RCCB അല്ല RCBO ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ഓണും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ട്രിപ്പ് ആകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകുന്ന പ്രശ്നമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ബട്ടൺസ് കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്ത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കാണാം. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ടെസ്റ്റ് ബട്ടൺ പോയതാണ് എന്നൊരു സംശയം അദ്ദേഹത്തിൻ്റെ. കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെക്ക് ചെയ്തപ്പോൾ പോയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് ആ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ വർക്കാവില്ല. ടെസ്റ്റ് വർക്കാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ടെസ്റ്റ് ബട്ടൺ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ ഇനി ബാക്കി അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എന്താണ് വർക്ക് ചെയ്യാതെ വരേണ്ട കാര്യം, അല്ലെങ്കിൽ RCBO പോയതാണോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈൻ വോൾട്ടേജ് കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കാണാം. 219, 218, യെല്ലോ ഫേസ് 257. ഓക്കെ, ബ്ലൂ ഫേസിലേക്ക് 27 വോൾട്ട്. ഓക്കെ, ന്യൂട്രൽ എർത്ത് 3 വോൾട്ട്. അങ്ങനെ ലൈൻ വോൾട്ടേജ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു ഫേസ് ലോസ് ആയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫേസ് ലോസ് ആയതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ബട്ടൺ അമർത്തുമ്പോൾ RCBO ട്രിപ്പ് ആകാഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഇല്ല, ബട്ടൺ പോയതല്ല. ഇതിനകത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇതിൻ്റെ കണക്ഷൻ എടുത്തിട്ടുള്ളത് ടെർമിനൽ നമ്പർ 4 അല്ലെങ്കിൽ ടെർമിനൽ നമ്പർ 6ലാണ്. 6ൽ റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഇല്ല. ആ ബ്ലൂ ഫേസ് അവിടെ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയതുകൊണ്ടിട്ടാണ് ഇവിടെ ഈ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യാത്തത്. അവിടെ റേറ്റഡ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് വരും, ഇത് ട്രിപ്പ് ആകുകയും ചെയ്യും. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായത് ഇനി നമുക്ക് ഈ സൈഡിൽ നോക്കാനല്ല, ഫേസ് ലോസ് ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വരണം. മീറ്റർ ബോർഡ് സൈഡിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് വന്നാലാണ് ഇനിയുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാനായിട്ട് പറ്റുന്നത്. ഇതൊരു വില്ല പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ മീറ്റർ ബോക്സ് സെപ്പറേറ്റ് ഒരു പാനലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് UG കേബിളാണ് മറ്റ് വീടുകളിലേക്കൊക്കെ വന്നിട്ടുള്ളത്, വില്ലകളിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മീറ്റർ ബോക്സ് സൈഡിൽ പോയി കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ഒരു ഫ്യൂസ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് കണ്ടത്. അതേപോലെ തന്നെ അതിൽ വയർ കണക്ട് ചെയ്തിട്ടുള്ളൊരു സാഹചര്യമാണ്. നമുക്ക് എന്തായാലും അവിടുത്തെ ചെക്കിംഗ് രീതികൾ, അവിടെ എന്താണ് നമ്മൾ പരിശോധിച്ചതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് കാണാം. R ഫേസിൽ 231, ബ്ലൂ ഫേസ് Y ഫേസിൽ 255, ബ്ലൂ ഫേസിൽ 228. പക്ഷെ നമുക്ക് അവിടെ ഔട്ട് കിട്ടണല്ല കാര്യം. ഇവിടെ ഫ്യൂസ് പോയിട്ടുണ്ടാവും. ഫ്യൂസ് കണ്ട, അങ്ങനെയാണ് ഫ്യൂസ് വെച്ചത്. വയർ കൊടുത്തേക്കണ കറക്റ്റ് അല്ല, സൈഡിൽ കുത്തിക്കയറ്റിരിക്കുകയാണ്. ഇങ്ങനെ കുത്തിക്കയറ്റി എങ്ങനെയാണ് കണക്ഷൻ കിട്ടുക? ഈ പാനലില് 227. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് 28 വോട്ടേ ഉള്ളൂ. 63 ആംസിൻ്റെ 3 പോൾ MCB മേടിക്കണം. അപ്പോൾ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടുത്തെ ഫ്യൂസ് കാരിയറുകൾ നമുക്ക് മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ MCB സെക്ഷൻ അടിയിലുള്ള 3 പോൾ MCB അത് ഫാൾട്ടി ആയിട്ടുള്ള കണ്ടീഷനാണ്. അതിൽ നോബും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങളതിൽ കണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവിടുത്തെ ഫ്യൂസ് യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി. ആ ഫ്യൂസ് കാരിയർ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വയർ കണക്ട് ചെയ്താലോ അത് നമുക്ക് സപ്ലൈ ലഭിക്കും. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് MCBകളും മാറ്റണം, അതേപോലെ തന്നെ 3 പോൾ MCBയും മാറ്റണം, അതേപോലെ തന്നെ ഫ്യൂസ് കാരിയറുകൾ മൊത്തത്തിൽ മാറ്റി പക്ക എന്നുള്ളൊരു കണ്ടീഷനിൽ വർക്ക് കഴിയുമ്പോൾ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ 3 ഫ്യൂസ് കാരിയറുകളും അതേപോലെ 3 പോൾ MCBയും ചേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അത് വാങ്ങാനായിട്ട് നൈജിനെ വിട്ട സമയത്ത് നമ്മൾ അടുത്ത ടെസ്റ്റിംഗ് ആരംഭിച്ചു. എന്തുകൊണ്ട് RCCB ട്രിപ്പ് ആകുന്നു എന്ന് ബന്ധപ്പെട്ട് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ള സാഹചര്യം നോക്കാം. ന്യൂട്രൽ എർത്ത്
പക്ക ഷോർട്ടാണ്. ഇവിടുത്തെ നമുക്ക് മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടു 0 വാല്യൂ ആണ്, പക്ക 0 വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ന്യൂട്രലിനെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഫുള്ളായിട്ട് ന്യൂട്രലിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ബാക്കി വാല്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് 2 ന്യൂട്രൽ ബാറുകളാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ആ 2 ന്യൂട്രൽ ബാറുകളെയും ആദ്യം സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ടിട്ടുള്ള ടെസ്റ്റിങ്സ് കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പോൾ എവിടെയാണ് 2 ബാറുകളിൽ എവിടെയാണ് കൃത്യമായിട്ട് ലീക്കേജ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി മെഗാ ടെസ്റ്റിംഗ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള വാല്യൂസ് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കാണുക, ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇവിടെ ഹൈ വാല്യൂ ഉള്ള കേബിളുകളിലും അതേപോലെ തന്നെ ലോ വാല്യൂ ഉള്ള കേബിളുകളിലും എത്രത്തോളം ഡിഫറൻസ് വരുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പക്ക ഷോർട്ട് കണ്ടീഷനിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഈ ഡീറ്റെയിൽസിൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഭാഗം കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫാൾട്ടാണോ ഒരു കേബിൾ ഫാൾട്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ടെസ്റ്റിങ്ങിൽ നമുക്ക് പല കേബിളുകളിലും വാല്യൂ കുറഞ്ഞു പോകുന്നത് കാണാം. ചില കേബിളുകൾ ഹൈ ആയിട്ടുള്ള വാല്യൂസ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ ലോ വാല്യൂസ് ഉള്ള കേബിളുകളെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മാറ്റി നിർത്തിയ ശേഷം അതിൻ്റെ സബ് സർക്യൂട്ടുകൾ അത് എങ്ങോട്ടാണ് പോകുന്നത് ആ സൈഡിലേക്ക് പോയി പരിശോധിച്ചാലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഓരോ സർക്യൂട്ടുകൾ ചെക്ക് ചെയ്താലാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിച്ച് തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരിക്കലും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ളത് ഏതാണ് അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് മറ്റ് സബ് സർക്യൂട്ടുകളുമായിട്ട് ബന്ധം അതിനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുറഞ്ഞ കേബിളിലെ വാല്യൂവിനെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ മറ്റ് വാല്യൂസ് ഹൈ ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്താണ് നമ്മൾ ഓരോ കേബിളുകളും കൃത്യമായിട്ടുമുള്ള മെഗർ വാല്യൂവിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫാൾട്ട് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കേബിളുകൾ നമ്മൾ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സപ്ലൈയിലാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ഡി ബിയിൽ ചെക്ക് ചെയ്താണ് ഉചിതം. കാര്യം താഴത്തെ ഫ്ലോറിലെ ഡി ബിയിൽ മറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഒരു കേബിളിലാണ് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കായി അവിടെ നമുക്ക് കോമൺ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 0 ഷോർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ എ സിയുടെ പ്ലഗ് ഔട്ട് കാര്യങ്ങൾ ചെയ്യുക, അതേപോലെ വാട്ടർ ഹീറ്റർ കാര്യങ്ങൾ പ്ലഗ് ഔട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലഗ് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ IR വാല്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയാണ് ഫാൾട്ട് പറ്റിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വാട്ടർ ഹീറ്ററാണ്. ആ വാട്ടർ ഹീറ്റർ പക്കയായിട്ടുള്ളൊരു ഫാൾട്ടി കണ്ടീഷൻ, അതായത് അതിൻ്റെ ന്യൂട്രൽ ബോഡിയുമായിട്ട് ടച്ച് ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അടിക്കട്ടെ വേണ്ട മുട്ടിയിട്ടില്ല. വേണ്ട. അപ്പോൾ പലർക്കും തോന്നാം പക്കയായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ടാണ് RCB പെട്ടെന്ന് ട്രിപ്പ് ആകുന്നുള്ളത്. കാര്യം ഇവിടുത്തെ ന്യൂട്രൽ വോൾട്ടേജ് ഞാൻ ആദ്യത്തെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം 1 വോൾട്ടിന് അടുത്തേ ഉള്ളൂ. ആ 1 വോൾട്ടിന് അടുത്തുള്ളത് കൊണ്ടിട്ടാണ് ചെറിയ ഒരു സാഹചര്യത്തിൽ പോലും ട്രിപ്പ് ആകാത്തത്. ഇത്രയും പീക്ക് ടൈമിലൊക്കെ വോൾട്ടേജിൽ വേരിയേഷൻ വരുന്ന സമയത്തായിരിക്കും ഈ ഒരു സംഭവം ട്രിപ്പ് ആകുക. അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ വാല്യൂ ആണ്, ഏകദേശം ഒരു 5 വോൾട്ടിനടുത്തേക്കുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ RCB ഹോൾഡ് ആക്കാൻ പോലും സാധിക്കില്ല. ആ ഡിവൈസുകൾ റിമൂവ് ചെയ്യേണ്ട സാഹചര്യം തന്നെ ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്യൂസ് യൂണിറ്റുകൾ പുതിയത് വെച്ചു, അതേപോലെ തന്നെ കൃത്യമായിട്ട് 3 പോൾ MCB പുതിയത് വെച്ചു. അതിനുശേഷം നമ്മൾ RCBO ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ട്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. ടെസ്റ്റ് ബട്ടൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ RCBക്ക് അല്ലെങ്കിൽ RCBOക്ക് കൃത്യമായിട്ടുള്ള ഫാൾട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. $230, $247 കൈമാറ്റി 230. നമ്മൾ പിന്നെ മറ്റ് സർക്യൂട്ടുകളെ സിംഗിൾ ഫേസിലും ഒക്കെ ലോഡ് ചെയ്ത് ലീക്കേജ് കാര്യങ്ങളൊക്കെ മറ്റ് ടെസ്റ്റിങ്ങളൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ട് പരിഹരിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്ന് പല സുഹൃത്തുക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയാണ്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോകളും പോരട്ടെ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിടാം. ഓരോ സാഹചര്യങ്ങൾ പുതിയതായിട്ട് വരുമ്പോൾ അത് ഇടാനായിട്ടാണ് എനിക്ക് താല്പര്യം. പിന്നെ നമ്മൾ സ്ഥിരം ഒരേപോലത്തെ കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പുതിയ കണ്ടൻസ് മാത്രം ഇട്ടാൽ മതി എന്നെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.